empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പരിശുദ്ധ ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. പ്രിഷില്ല എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്ന ഷിഫ്രയെയും പൂവയെയും കുറിച്ചായിരുന്നു. അവർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതിയെടുത്ത ധീരമായ നിലപാടുകൾ കാരണം ഫറവോയുടെ മുൻപിൽ ചോദ്യം നേരിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അവിടെ കർത്താവ് അവരുടെ അധരങ്ങളിലൂടെ ജ്ഞാനത്തെ പകർന്നു നൽകുന്ന ആ ഒരു വലിയ നടത്തിപ്പ് നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ പരിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്, ജ്ഞാനമുള്ള സ്ത്രീ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരികയുള്ളൂ എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അവിടെ 11-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. ഈ ഒരു വചനം ഷിഫ്രയിലും പൂവയിലും നിറവേറപ്പെട്ടതായി നമ്മൾ കണ്ടു. അവരുടെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും ആ ഒരു വലിയ അപകടത്തിൽ നിന്ന്, ഫറവോയുടെ ആ ഒരു വലിയ വിധിയിൽ നിന്ന് അവർ കർത്താവിനാൽ രക്ഷിക്കപ്പെടുകയുമാണ്. അന്നത്തെ ആ കുറേ ആൺകുഞ്ഞുങ്ങളെ നിലനിർത്താൻ, അവരുടെ ജീവനെ സംരക്ഷിക്കാൻ അവർക്ക് അവിടെ സാധിക്കുകയാണ്. സങ്കീർത്തകനായ ദാവീദ് 37-ാം അധ്യായം അവിടെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നന്മ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ വചനം ഊന്നി പറയുകയാണ്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക. ഇവിടെ ഷിഫ്രയും പൂവയും ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ പരിപൂർണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നന്മ ചെയ്യുകയാണ്. അപ്പോൾ ആ വചനത്തിന്റെ അടുത്ത ഭാഗം, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. അവർ അവിടെ കാത്തു സൂക്ഷിക്കപ്പെടുകയാണ്. കർത്താവിന്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ അവരുടെ മേൽ വരികയാണ്. ഈ ഒരു തിരുവചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്കും സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിച്ച് നന്മ ചെയ്തുകൊണ്ട് മുന്നേറി ഈ ഭൂമിയിൽ കർത്താവിനാൽ സുരക്ഷിതരായി വസിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ആ ഒരു കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ആത്മാവിൽ ഐക്യപ്പെട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഒരു കൃപ, ആ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, കൂട്ടായ്മയിലേക്ക് ഓരോ സഹോദരങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമേൻ യേശുവേ, സർവനന്മയുടെ ഉറവിടമേ, സ്തുതിച്ചിടുന്നു ദീനവും പരനേ നന്ദിയാ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വരണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവാൽ നിറയാൻ പരിശുദ്ധാത്മാവേ വരണമേ. അനുദിനവും എന്നേ പരനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാൽ നിറയാൻ അനുദിനവും എന്നേ പരനേ.
അനുദിനം പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മ വരങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവവേലയിൽ വ്യാപരിക്കുവാനായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ആരാധന യേശുവേ, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധ വചനം ശ്രവിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ ആത്മാവേ. ഹല്ലേലൂയ. 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 പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിതകാലം മുഴുവൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്ത് ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾ ഓരോരുത്തരിലും ഈ ഒരു കൃപ നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഈ ഒരു വചനം അഭിഷേകമായി മാറുവാൻ, അഭിഷേകമായി നിറയുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശിഫ്രയെയും പൂവയെയും കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ എടുത്ത ധീരമായ നിലപാടുകളെ പ്രതി ഫറവോ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി, അതാണ് നമ്മൾ പഠിച്ചെത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥ. ഇവിടെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശിഫ്രയുടെയും പൂവയുടെയും പരസ്പരമുള്ള ആ ഒരു ഐക്യം, അവർ ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുറപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായം 19-ാം വാക്യം, നമുക്ക് ആ വചനത്തിന്റെ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു. സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു. ഇവിടെ ശിഫ്രയെയും പൂവയെയും ഒരുമിച്ചാണ് പറയുന്നത്. പരിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഇവരെ കുറിച്ച് കാണുന്നത്. അവിടെ ആ ഒരു ആരംഭത്തിൽ ശിഫ്രയെയും പൂവയെയും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അവരെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. തുടർന്നുള്ള ഓരോ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും സൂതികർമ്മിണികൾ സൂതികർമ്മിണികൾ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിഫ്ര തന്നെയോ പൂവ തന്നെയോ അവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അവർ ഒരുമിച്ചായിരുന്നു. അത് തന്നെയായിരുന്നു അവിടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ വലിയ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അവരുടെ ആ ഒരു ആത്മീയ ഐക്യം, പരസ്പരം കവർ ചെയ്യുന്ന, പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു മനോഭാവം. ശിഫ്ര സംസാരിക്കുമ്പോൾ പൂവയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയോ മറിച്ചോ ആയിരുന്നെങ്കിൽ അവരുടെ ജീവന് തന്നെ അതൊരു ഭീഷണിയായി മാറുമായിരുന്നു. എന്നാൽ ദൈവ ഭയത്തോടെ അവരെടുത്ത ആ ഒരു നിലപാട്, അവർ ഐക്യത്തോടെ അതിൽ നിലനിൽക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, നമ്മുടെ സമൂഹത്തിലാകട്ടെ, വലിയൊരു കാര്യമാണ് ശിഫ്രയിലൂടെയും പൂവയിലൂടെയും കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് പാഠമായി കർത്താവ് പകർന്നു തരുന്നത്. പരസ്പരം ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ, ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആ ഒരു വലിയ പ്രാധാന്യം.
പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടതിന്റെ ആ ഒരു വലിയ അത്യാവശ്യകത, അതാണ് പരിശുദ്ധ വചനത്തിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ആഹ്വാനം. സഭാപ്രസംഗകൻ 4-ാം അധ്യായം, അവിടെ 9-10 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനമല്ലേ ഷിഫ്രയിലും പൂവയിലും നമ്മൾ നിറവേറി കണ്ടത്? ഒറ്റയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കാര്യം കഷ്ടമായേനെ. പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ട്, പരസ്പരം താങ്ങിക്കൊണ്ട് അവരുടെ വേലയിൽ, പ്രത്യേകിച്ച് വിശ്വാസത്തിലുള്ള അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. 2 പേർ ഒരുമിച്ചായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫലമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തുടർന്ന് ആ ഒരു വാക്യത്തിൽ തന്നെ സഭാപ്രസംഗകൻ 4-ാം അധ്യായത്തിൽ തന്നെ 12-ാം വാക്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. 2 പേരാണെങ്കിൽ എന്തിനേയും ചെറുത്തു നിൽക്കാൻ കഴിയും എന്ന പരിശുദ്ധ വചനം പറയുന്നേ. ഒരേ ആത്മാവോടെ, ഐക്യത്തോടെ അവരുടെ നിലപാടിൽ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിനെതിരെ വന്ന ആ ഒരു പ്രവൃത്തിയെ, അവരുടെ സമൂഹത്തിന് തന്നെ ഭീഷണിയായി വന്ന ആ ഒരു പ്രവൃത്തിയെ അവർക്ക് ഒരുമിച്ച് നിന്ന്, 2 പേർക്ക് ഒരുമിച്ച് നിന്ന് ചെറുത്തു നിൽക്കാൻ സാധിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും നമ്മളൊന്ന് നോക്കിയാൽ തന്നെ എത്രമാത്രം അനൈക്യങ്ങളും ഒറ്റിക്കൊടുക്കലുകളും പരസ്പരം കുറ്റപ്പെടുത്തലുകളും നമ്മൾ കാണുന്നുണ്ട്. ജോലി മേഖലയിൽ ഒരേ സ്ഥാനത്തായിരിക്കുന്നവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നത് വളരെ വിരളമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഒറ്റിക്കൊടുത്ത് അത് അധികാരികളുടെ മുൻപിൽ അറിയിച്ച് അവരെ താഴ്ത്തി കെട്ടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപരൻ ഉയർന്നു പോകുന്നത് വളരെ അസൂയയോടെ മാത്രം കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഷിഫ്രയും പൂവയും വെല്ലുവിളിയായി തീരുന്നത്. അവർ തങ്ങൾ ചെയ്ത പ്രവർത്തികളെ, തെറ്റായ പ്രവർത്തികളെ അല്ല, കർത്താവിന് വേണ്ടി അവർ എടുത്ത നിലപാടിനെ, വിശ്വാസത്തെ പ്രതി അവർ എടുത്ത നിലപാടിനെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച്, പരസ്പരം ഐക്യത്തിൽ നിന്നുകൊണ്ട് ഫറവോയുടെ മുൻപിൽ ഐക്യത്തോടെ അവർ അതിന് മറുപടി പറയുകയാണ്. ഒരേ ഐക്യത്തോടെ. അപ്പോഴാണ് ഫറവോയ്ക്ക് അവിടെ അത് വിശ്വസനീയമായി തീരുന്നത്. ഫറവോയെ പ്രീതിപ്പെടുത്താൻ, കൂടുതൽ പ്രോത്സാഹനങ്ങൾ ലഭിക്കാൻ, സമ്മാനങ്ങൾ ലഭിക്കാൻ ഒരാൾക്ക് വേണമെങ്കിൽ മറ്റേയാളെ ഒറ്റിക്കൊടുക്കാമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയാമായിരുന്നു. പക്ഷേ മറ്റെന്തിനേക്കാളും ഉപരി അവർ ഇവിടെ കർത്താവിന് വിലമതിക്കുകയാണ്. കർത്താവിന്റെ മൂല്യങ്ങൾക്ക്, വിശ്വാസ മൂല്യങ്ങൾക്ക് അവർ വില നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം, അവിടെ 17-ാം വാക്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വചനമുണ്ട്. തിരുവചനം പറയുകയാണ്, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ഒരുവൻ അപരന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു. ഒരാളുടെ ബുദ്ധി തന്നെ എന്നതിനേക്കാൾ ഒത്തിരി മെച്ചമാണ് 2 പേർ ചേർന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കാണുന്നത്. അതാണ് സഭാപ്രസംഗകരിൽ നമ്മൾ മുൻപ് കണ്ടത്. ഒരുവൻ അപരന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു. വിശ്വാസത്തെ പ്രതി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിന്നാൽ, ഐക്യത്തോടെ നിന്നാൽ അവിടെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന പരിശുദ്ധ വചനം പറയുന്നത്. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ മേഖലയിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ നേരിടുന്ന ഒരു സമയത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന പരിശുദ്ധ വചനം ഇവിടെ പറയുന്നത്.
ഐക്യത്തോടെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പരസ്പരം പങ്കുവെച്ച് പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ഈ ഒരു കാലത്തിൽ നാം ഓരോരുത്തർക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഫലപ്രദമായി തീരുന്നത്. കർത്താവിന് വളരെ ശക്തിയോടെ ഇടപെടാൻ കളമൊരുങ്ങുന്നത് അപ്പോഴാണ്. പരസ്പര ഐക്യത്തിൽ ഒരുമിച്ച് നമുക്കായിരിക്കാം. ഇത് നമ്മെ കാണിച്ചു തരുവാൻ പരിശുദ്ധ വചനത്തിൽ മറ്റൊരു ഭാഗത്ത് ദാനിയേലും കൂട്ടുകാരും വരുന്നുണ്ട്. നമുക്കറിയാം, ദാനിയേലിന്റെ 3 കൂട്ടുകാരും അവർ മറ്റൊരു ദേശത്തേക്ക് പിടിച്ചുകൊണ്ട് പോകപ്പെട്ടവരാ. പക്ഷേ അവിടെ അവരായിരിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തെ പ്രതി അവർ ഒറ്റക്കെട്ടായി വർത്തിക്കുകയാണ്. 4 പേരും പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പരസ്പരം ശക്തിപ്പെടുത്തി അവരുടെ വിശ്വാസത്തിനു വേണ്ടി ധീരമായ നിലപാടുകൾ എടുക്കുകയാ ചെയ്യുന്നത്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദാനിയേലിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി വരികയാണ്. ദാനിയേലിനെ രാജാവ് ചോദ്യം ചെയ്യുകയാണ്. ആ സമയത്ത് ദാനിയേൽ എന്താ ചെയ്തേ? പരിശുദ്ധ വചനം പറയുന്നുണ്ട്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പിന്നീട് ദാനിയേൽ വാസസ്ഥലത്തു ചെന്ന് തന്റെ സ്നേഹിതരായ ഹനനിയായെയും മിശായേലിനെയും അസറിയായെയും കാര്യം അറിയിച്ചു. ബാബിലോണിലെ മറ്റു ജ്ഞാനികളോടൊപ്പം താനും കൂട്ടുകാരും നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെപ്പറ്റി സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ യാചിക്കണമെന്ന് ദാനിയേൽ അവരോട് ആവശ്യപ്പെട്ടു. ദാനിയേൽ മറ്റൊരു രാജ്യത്ത് മറ്റൊരു കൾച്ചറിൽ ആയിരിക്കുമ്പോൾ ഒരു പ്രശ്നത്തെ നേരിടുകയാണ്. തങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധിയിലാവുകയാണ്. അവിടെ ദാനിയേലിന് ബലമായി മാറിയത് എന്തായിരുന്നു? അവൻ ഓടിച്ചെന്നത് ആരുടെ അടുത്തേക്കായിരുന്നു? ഒരേ ആത്മാവോടെ ഐക്യത്തോടെ അവിടെ ആയിരുന്ന അവന്റെ സ്നേഹിതരുടെ അടുത്തേക്കാ. അവരുടെ 3 സ്നേഹിതരും ഒരുമിച്ച് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിച്ച് അതിനൊരു ഉത്തരം കിട്ടുവാൻ, അതിനൊരു സൊല്യൂഷൻ കിട്ടുവാൻ അവർ ഐക്യത്തോടെ ആയിരിക്കുന്നതാ നമ്മൾ കാണുന്നത്. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും. എന്ത് പ്രശ്നം വന്നാലും ഐക്യത്തോടെ അതിനെ നേരിടുവാനുള്ള ഒരു കൃപ, അതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ആദിമ സഭയിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. വളരെയേറെ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോവുകയായിരുന്നു. പക്ഷേ അവർ വളരെ ബലത്തോടെ മുന്നോട്ട് പോയേ. അവർ വളരെ ശക്തരായിരുന്നു. എന്തായിരുന്നു അവരുടെ ശക്തിയുടെ രഹസ്യം? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം അതിന്റെ ഉത്തരം കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം അവിടെ 32-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. അവർ ഒറ്റക്കെട്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും അവർ ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അതിന്റെ ഫലമാ സഹോദരങ്ങളെ ആദിമ സമൂഹം ഇങ്ങനെ തഴച്ചു വളർന്നത്. പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും അവരെ നേരിട്ടിരുന്നത് അപകടങ്ങളായിരുന്നു, ഭീഷണികളായിരുന്നു. പക്ഷേ അവർ ഒറ്റ ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അത്രമാത്രം ഐക്യത്തോടെ അവർ വ്യാപരിച്ച്. ഇത് തന്നെ ഷിഫ്രയിലും പൂവയിലും നമ്മൾ കാണുന്നേ. അവർ ഒറ്റക്കെട്ടായിരുന്നു. അതുകൊണ്ട് അവർ നേരിട്ട പ്രശ്നങ്ങളൊന്നും അവരെ തൊട്ടുപോലും ഇല്ല. അത് വളരെ സിമ്പിളായി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികളുടെ എല്ലാം സൊല്യൂഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഒരു ഹൃദയവും ഒരാത്മാവുമുള്ള വിശ്വാസികളുടെ സമൂഹം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു കൃപ നമ്മുടെ സമൂഹത്തിന് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ പുലർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത നല്ല സ്വഭാവം കൊണ്ട് മാത്രമല്ല, വിശ്വാസത്തെ പ്രതി ഒരുമിച്ച് നിൽക്കുന്ന, ഐക്യത്തോടെ നിൽക്കാൻ കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ പുലർത്തിയെടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ തന്നെയും സുഹൃത്ത് ബന്ധങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ ഉന്നമനത്തിന് അത് സഹായിക്കുന്നുണ്ടോ? പൗലോസ് ശ്ലീഹ
കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അവിടെ 33-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അധമമായ സംസർഗം അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. സദാചാരങ്ങളെ ദുഷിപ്പിക്കും. ബാഡ് കമ്പനി റൂയിൻസ് ഗുഡ് മോറൽസ്. അധമമായ സംസർഗം, തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ സദാചാരങ്ങളെ ദുഷിപ്പിക്കുമെന്ന പരിശുദ്ധ വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ നമുക്ക് പരിശോധിക്കാം. സങ്കീർത്തനങ്ങളിൽ ആദ്യ വാക്യത്തിൽ തന്നെ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 1-ാം വാക്യം, അവിടെ വലിയ ഒരു വാർണിംഗ് പരിശുദ്ധ വചനം നമുക്ക് നൽകുന്നുണ്ട്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വഴിയിലല്ലാതെ തിന്മയിൽ വ്യാപരിക്കുന്നവരുടെ ഉപദേശം സ്വീകരിക്കുക, അത് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നത്. പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുക, മറ്റുള്ളവരെ കളിയാക്കാനും മറ്റുള്ളവരുടെ കുറവുകൾ ഉയർത്തിക്കാട്ടി അവരെ പരിഹസിക്കാനും നമ്മൾ മുതിരുന്നെങ്കിൽ അത് കർത്താവിന് ഇഷ്ടമില്ലെന്ന പരിശുദ്ധ വചനം പറയുന്നേ. പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദുഷ്ടരുടെ ആ ഒരു കൂട്ടായ്മയിൽ വ്യാപരിക്കുവാൻ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കാത്തടത്തേക്ക് നമ്മൾ പോയാൽ അവിടെ തീർച്ചയായും വലിയ അപകടം തന്നെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. ഇത് തന്നെയാ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അവിടെ 11-ാം വാക്യത്തിൽ പറയുന്നത്. പരിശുദ്ധ വചനം പറയുകയാണ്: പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. പൗലോസ്ലീഹ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ സംസർഗം, നമ്മുടെ ആ ഒരു സുഹൃത്ത് ബന്ധം, നമ്മുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെ പാടില്ല എന്നത്, ആരൊക്കെയായി പാടില്ല എന്നതാണ് പരിശുദ്ധ വചനത്തിൽ നമ്മൾ കണ്ടത്. അധമമായ സംസർഗം നമ്മുടെ സദാചാരങ്ങളെ ദുഷിപ്പിക്കും എന്ന് പരിശുദ്ധ വചനത്തിൽ നമ്മൾ കണ്ടു. ഇങ്ങനെ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ട് അപകടത്തിലായ ഒരു വ്യക്തിയെ പരിശുദ്ധ വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പഴയ നിയമത്തിൽ സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് അമ്നോൻ. ദാവീദിന്റെ മകനായിരുന്നു അമ്നോൻ. അമ്നോന് തന്റെ സഹോദരിയായ താമാറുമായി തെറ്റായ ബന്ധത്തിലേക്കുള്ള ഒരു പ്രേരണ ലഭിക്കുകയാ. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പാപചിന്ത പെരുകി അവൻ രോഗാതുരനായി തീർന്നു എന്ന പരിശുദ്ധ വചനം പറയുന്നത്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം അവിടെ 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈ സംഭവം കാണുന്നത്. അമ്നോന് അവിടെ താങ്ങായി വരുന്നത് യോനാദാബ് എന്ന അവന്റെ കൂട്ടുകാരനാ. ആ കൂട്ടുകാരൻ വന്ന് അവനെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം പാപത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സുഹൃത്ത് ബന്ധം കാരണം അമ്നോൻ താമാറുമായി പാപം ചെയ്യുന്നതാ നമ്മൾ കാണുന്നത്. അതിനെല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് അമ്നോന്റെ സുഹൃത്തായ യോനാദാബാണ്. ആ ഒരു കൂട്ടുകെട്ടിലൂടെ അമ്നോൻ തന്റെ നാശം വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. അമ്നോൻ അവസാനം വധിക്കപ്പെടുകയാണ് അവരുടെ സഹോദരനിലൂടെ തന്നെ. ഇതിനുള്ള ഉത്തരവാദി ആരാണ് പ്രിയ സഹോദരങ്ങളെ? അമ്നോൻ തെറ്റിലേക്ക് പോകാൻ വെമ്പി നിൽക്കുമ്പോൾ അവൻ എല്ലാ പ്രോത്സാഹനവും നൽകി അവനെ മുൻപോട്ട് നയിച്ചത് അവന്റെ കൂട്ടുകാരനായിരുന്നു, യോനാദാബായിരുന്നു. ഇവിടെയാണ് ഇന്നത്തെ കാലത്തിനുള്ള ആ ഒരു മെസ്സേജ് കിടക്കുന്നത്. നമ്മുടെ കൂട്ടുകെട്ടുകൾ അത് തെറ്റാണെങ്കിൽ നമ്മൾ പാപത്തിലേക്ക് പോകുന്നതാ നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ടു പരിശുദ്ധ വചനത്തിൽ അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുമെന്ന്. അതിനുള്ള തെളിവ് അമ്നോന്റെ ജീവിതം. എന്നാൽ ഷിഫ്രയും പൂവയും അവർ പരസ്പരം ഐക്യപ്പെടുത്തി പരസ്പരം കവർ ചെയ്ത്
അവർ കർത്താവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി അവർ ഉറച്ചു നിൽക്കുകയാ. അതിനവരെ സഹായിച്ചതിന്റെ വലിയൊരു ഘടകമായിരുന്നു അവർ തമ്മിലുള്ള പരസ്പര ഐക്യം, അവരുടെ കൂട്ടുകെട്ട്, അവരുടെ പരസ്പരമുള്ള ശക്തിപ്പെടുത്തൽ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ ഇവരെ പോലെ പരസ്പരം ശക്തിപ്പെടുത്തുവാൻ, വിശ്വാസത്തിൽ നിലപാടുകൾ എടുക്കുമ്പോൾ പരസ്പരം താങ്ങാകുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു കൃപ നമ്മൾ പ്രാപിച്ചെടുക്കണമെന്ന ഇന്ന് ശിഫ്രയും പൂവയും നമ്മളോട് ആവശ്യപ്പെടുന്നേ. അതുപോലെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഒറ്റക്കെട്ടായി വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു കൃപ, പരസ്പരം ഒരുമിച്ച് നിന്ന് ആദിമ സമൂഹത്തെ പോലെ ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടി നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് നിലപാടുകൾ എടുക്കാം. ആദിമ സമൂഹത്തെ പോലെ ഒരു ഹൃദയത്തോടും ഒരു ആത്മാവോടും കൂടി നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ധീരമായ നിലപാടുകൾ നമുക്ക് എടുക്കാൻ സാധിക്കണം. ആ ഒരു കൃപ നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. കർത്താവിന് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ ആഹ്വാനങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം പ്രാവർത്തികമാക്കുവാനുള്ള കൃപ ലഭിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഓരോ നിമിഷവും ഓരോ ദിനവും കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹത്തിൽ നമുക്ക് പാടി പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ കൂടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപ, ആ ഒരു ശക്തി, ആ ഒരു പരിശുദ്ധാത്മ നിറവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ഈശോയെ, ദിനവും യേശുവിന്റെ ചാരേ, ആമേൻ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ഈശോയെ, തിരിയാൻ കഴിയില്ലെനിക്ക് ഇല്ല കർത്താവേ. പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് നമുക്ക് ആത്മാർത്ഥതയോടെ ഏറ്റുപറയാം. എന്നേശുനാഥ. ഹല്ലേലൂയ. ഈശോയെ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നു കർത്താവേ. സ്നേഹിക്കുന്നേ, ഈശോയെ, സ്നേഹിക്കുന്നേ യേശുവേ, ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. നമുക്ക് ഏറ്റുപറയാം. ഈശോയെ, ഞങ്ങൾ അങ്ങയെ Love you, സ്നേഹിക്കുന്നു. I love you Jesus, love you, I love you Jesus, love you, I love you Jesus, love you. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. Love you, I love you Jesus, love you, I love you Jesus, love you, I love you Jesus, love you. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, Love you, I love you Jesus, love you, I love you Jesus, love you, I love you Jesus, love you. ഈശോയെ, ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഓരോ നിമിഷവും ഓരോ ദിനവും അങ്ങയോടുള്ള സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെട്ട് അങ്ങയുടെ വേലയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും തിരുവചനത്തിൽ നിന്നും മറ്റൊരു ആഹ്വാനവുമായി ഒരുമിച്ച് വരാം. ഇനിയും അനേകരോട് നിങ്ങളെ ശുശ്രൂഷയെക്കുറിച്ച് പറയുക. നമ്മൾ പഠിക്കുമ്പോൾ അനേകർ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാം. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക.
കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.